പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പിലാവിലാണ്. നമ്മുടെ പറപ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ആനപ്പൂരാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് പെരുമ്പിലാവിൽ പെട്രോൾ അടിക്കാൻ കയറിയാണ്. തൊട്ട ബാക്കിൽ പമ്പുണ്ട്. അപ്പോൾ അവിടെ ലിബർട്ടി ഉണ്ണിക്കുട്ടൻ്റെ ലോറി കണ്ടിട്ട് ഇങ്ങനെ വന്നതാണ്. കുറച്ചപ്പുറത്ത് ചീരോത്താനുണ്ട് കേട്ടോ, നമ്മുടെ കടുക്കൻ രാജേഷോ. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോകാം. അപ്പോൾ ഈ വീഡിയോ പിന്നിച്ചേക്കണേ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആനപ്പൂര മഹോത്സവം. പിന്നെ ഇന്ന് കാവശ്ശേരി പൂരാണ്. ഞാൻ വിചാരിച്ചാൽ പോകാൻ, പക്ഷെ എന്താ വെച്ചാൽ വെയ്യ, അവിടെ പോയി വെയിലുള്ള വെയ്യാച്ചാണ്. ഈ അലച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട്. എന്തായാലും നിങ്ങൾ പ്രേക്ഷകർ നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ ചാനൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്തിട്ട് കാണണേ. ഇത് നമ്മുടെ ചീരോത്താന, നമുക്ക് ഫസ്റ്റ് കിട്ടിയ ആനയാണ് ചീരോത്താന. അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ലിബർട്ടി ഉണ്ണിക്കുട്ടനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഈ വഴിയിലൂടെ ഇങ്ങനെ പോയ നമ്മുടെ ശങ്കരപറമ്പത്ത് നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ വരുന്നുണ്ട്. ഞാൻ ഈ വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടുന്ന് എടുത്താണ്ടോ. ഇവിടുന്ന് ഒരു ആന വരുന്നുണ്ട്, നമ്മുടെ കൊല്ലങ്കോട് നീലകണ്ഠൻ. ചിരക്കൽ കാലാസിന്റെ വണ്ടിയുടെ പോലെ ഉണ്ടല്ലേ. നമ്മുടെ പേരൂർ ശിവനാണ് ഈ നിൽക്കുന്നത്. ഇവിടെ ടീമിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആകെ മണ്ണ് വാരി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, പേരൂർ ശിവൻ നല്ല അടിപൊളി ആനയാണ്. ഇത് ഏത് ആന കേസത് ഏതാനെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ അതുമല്ല, ഇവിടെ ആനകളോട് കിട്ടാൻ നല്ല റിസ്ക്കാണ് കേട്ടോ. 18 ദേശങ്ങളുണ്ട്, പക്ഷേ എവിടേക്ക് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് വരാനേ. കണ്ടോ ആന കുറേ ദൂരം നിന്നാണ് നടന്നു വരുന്നത് കേട്ടോ. 18 ദേശങ്ങളിൽ ഇപ്പം നമുക്ക് പേരൂർ ശിവനെ കിട്ടി, പിന്നെ ഈ ആന കിട്ടി. ഒരു ടീം പറഞ്ഞത് ഇത് ചിറയരമ്പത്തുകാലത്ത് പോലെ ഒന്നല്ല, കുറേ പാടാണ് എന്നാണ് പറഞ്ഞത്. ലോറിയിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കിട്ടാൻ പണിയാണ്. ഓൾറെഡി ഞാൻ ഇപ്പോൾ ഇവിടെ തന്നെ കറങ്ങിയിട്ട് ഇങ്ങോട്ട് ഓടിയിട്ട് 19 കിലോമീറ്ററായി. ഇവിടെ 0 ആക്കി വെച്ചാൽ ഞാൻ എണ്ണ ഇങ്ങനെ കത്തി പോവാണ്. ചെത്തല്ലൂർ ആനെത്തിയിട്ടുണ്ട്. ചെത്തല്ലൂർ മുരളീകൃഷ്ണനാണോ ഇത് കുനിയങ്ങാട്ടിലൊക്കെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഈ ആനകളെ കിട്ടാൻ പണിയാണ്. അപ്പോൾ ഇവിടെ ചെത്തല്ലൂർ മുരളീകൃഷ്ണനാണ് പോകുന്നത്. ഇവിടെ വന്നിട്ടുണ്ട്. അതിനിവിടെ യാദൃശ്യമായിട്ട് കണ്ടാണ്. ഞാൻ അപ്പോൾ അങ്ങോട്ട് പോയിരുന്നു, കേച്ചേരി ഭാഗത്തേക്ക്. അപ്പോൾ ഉണ്ട് നമ്മൾ നൂലാടുമ്മൽ ഗണപതി പോകുന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ അതിനെ കാണാനില്ല, നല്ല പോക്ക് പോയിക്കുന്നു. കിട്ടുന്ന ആനകളെടുക്കാം. എത്ര ഓടിയാറിയപ്പോൾ ബൈക്ക് എണ്ണപ്പോൾ കഴിയും. ഇപ്പോൾ വരുമ്പോൾ 2 ലിറ്റർ അടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കയ്യെ സ്കൂട്ടി അല്ല, നിങ്ങൾക്ക് അറിയില്ല മൈലേജ്. പിന്നെ പുതുപ്പള്ളി പുതുപ്പള്ളി കേശവനൊക്കെ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 5-6 കിലോമീറ്റർ ഇവിടെ ഓടാണ്. സാധുവിനെ ഇവിടെ അടുത്താട്ടോ. എന്തായാലും നമുക്ക് കിട്ടുന്ന പോലെ എടുക്കാം. നിങ്ങൾ സഹകരിക്കൂ. ഞാനിപ്പോൾ പുതുപ്പള്ളി കേശവൻ്റെ ഡ്രൈവർക്ക് വിളിച്ചായിരുന്നേ. അപ്പോൾ അവർ പറഞ്ഞത് അവർ ചൂണ്ടലിൽ കുന്നംകുളം വഴിയാണ് വരുന്നത്. അവരങ്ങനെ ചായ കുടിച്ച് അങ്ങോട്ട് വരും. എന്നോട് അങ്ങോട്ട് വരാനാണ് പറഞ്ഞത്. ഇപ്പോൾ പുതുപ്പള്ളി സാധു ഇവിടെ വരും. പക്ഷേ എങ്ങോട്ട് പോകും? നമ്മൾ പുതുപ്പള്ളി സാധുവിനെയാണോ എടുക്കേണ്ടത്, അതോ കേശവൻ്റെ അടുത്താണോ പോകേണ്ടത്? ഒന്നും ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഈ ആനപ്പിൻ്റെയൊക്കെ തട്ടിയിട്ടിട്ട് ലോറിയൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. സാധുവാൻ ഇവിടെ കിങ്സ് എന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അവരെ ഞാൻ കണ്ടായിരുന്നു കമ്മിറ്റിനെ. അപ്പോൾ അവർ പറഞ്ഞത് ഈ ഇവിടെ കുറച്ചുകൂടെ പോയാൽ പെട്രോൾ പമ്പുണ്ട്, അവിടെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞിട്ടോ. എന്തായാലും നമുക്ക് കിട്ടുന്ന ആനകളെടുക്കാം. ഓക്കെ, ഇന്നിപ്പോൾ കാവശ്ശേരി അത് ഗംഭീര വെടിക്കെട്ട് നടക്കുക. എനിക്ക് പോകാൻ വയ്യായിട്ടാണ് കേസ്. വെയിലെല്ലാം വയ്യ, വെയിൽ കൊണ്ട് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി വീട്ടിൽ നിന്ന് 45 കിലോമീറ്ററാണ് ഇങ്ങോട്ട്. മച്ചാട് ജയറാം ഇറങ്ങിയിട്ടുണ്ട്. മച്ചാട് ജയറാം ഇതവിടെ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പോയിട്ട് നിന്നിട്ടോ ഇതാൻ പറഞ്ഞത്, ഇവിടെ കരുതി നിൽക്കണം നമ്മൾ. എന്താ അറിയോ, ആന ഇറങ്ങുന്നത് കാണില്ല. മച്ചാട് ജയറാം അടിപൊളി ആനയാണ്. മച്ചാടാരെ ഈ ഗുരുവായൂരത്തെ ആനകളെ പോലെയാണ്. ഭയങ്കര നന്നായി നോക്കു വരും. ലോറി ആനയൊക്കെ സെറ്റാ ഈ പോകുന്ന. എന്താണ് പയ്യൻസിന് വേണ്ടിയിട്ടോ. പയ്യൻസിന് വേണ്ടി മച്ചാട് ജയറാം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്.
പാമ്പാട് രാജ്യം ഇറങ്ങിയിട്ടുണ്ട്. ഈ മെയിൻ റോഡിൽ തന്നെ ഇറക്കി. അവിടെ ഫ്ലക്സിൻ്റെ ഇറക്കുന്നതാണ് കരുതിയ കേട്ടോ. പിന്നെ ബാക്കൊക്കെ ഇറങ്ങുകൊണ്ട് വല്ലാതൊരു സുഖമല്ല. മുന്നേക്ക് തിരിഞ്ഞിറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുന്നാലേക്ക് കച്ചു പിടിച്ചിട്ട് ഫോട്ടോ എടുക്കട്ടെ ഇറങ്ങിക്കോന്ന് നീ എങ്ങനെയാണ് വിളിക്കുക? നമ്മുടെ കിങ്സ് ടീമിന് വേണ്ടി പുതുപ്പള്ളി സാധു വന്നിട്ടുണ്ട്. ഇവിടെ ഇറക്കുന്ന വീഡിയോ എടുക്കും. നമുക്ക് പുതുപ്പള്ളി കേശവൻ ഉണ്ട് കേട്ടോ. അത് കേച്ചേരി ടൗണിൽ ചെന്നിട്ട് ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയും കൂടെ പോയിട്ട് നമുക്ക് അതിനും കൂടെ വീഡിയോ എടുത്തിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓൾറെഡി ഇപ്പോൾ ഇവിടെ മാത്രം ഓടിയിട്ട് 31 കിലോമീറ്ററായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് 31 കിലോമീറ്ററാണ് എൻ്റെ നാട്ടിൽ കൊണ്ട് 10 കിലോമീറ്റർ കൂടെ കൂട്ടിയ നാട്ടിലേക്ക് എത്തേണ്ട ദൂരമായി. അതായത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആനകൾ പിന്നാലെ ഓടിയിട്ട് എന്തായാലും കേച്ചൻ്റെ കാവില വിഷ്ണുനാരായണ എത്തിയിട്ടുണ്ട്. വയറോക്ക് തടത്താവല ശിവ അവിടെ നിൽക്കുന്നുണ്ട്. തടത്താവല ശിവ
അങ്ങനെ നമ്മൾ പുതുപ്പള്ളിയുടെ സ്വീകരണം കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ അക്കാവിള വിഷ്ണുനാരായണൻ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എടുത്തു. പിന്നെ ഇപ്പോൾ നേരെ ചൂണ്ടലിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ കേസനെ തിരഞ്ഞ് നടക്കുക. അപ്പോൾ സുരേഷ് ചേട്ടനെ വിളിച്ച്, അപ്പോൾ അവർ പറഞ്ഞത് സിഗ്നൽ കഴിഞ്ഞിട്ട് എൻ്റെ ലോറി അവിടെ കിടപ്പുണ്ട്, അങ്ങോട്ട് വന്നാൽ മതിയെന്നാണ്. അവിടെ അങ്ങനെ ചോദിച്ച് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേശവനും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ. അവസാനം കേശവൻ്റെ ലോറി കണ്ടെത്തി. ഈ പുളിക്കൽ എന്താ ഒരു എൻട്രൻസ് ഇവിടെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തന്നെ കേട്ടോ, പുളിക്കൽ ടീമിന് വേണ്ടിയിട്ടാണ് പുതുപ്പള്ളി കേശവൻ. ഫ്ലെക്സ് ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ പള്ളിപ്പുറം വൈശാഖിൻ്റെ മേളൊക്കെ. ഇവിടെ മുള്ളത്ത് ഗണപതിനെ ഇതാ കുളിപ്പിക്കുന്നുണ്ട്. ഇതാണ് കൊരട്ടിക്കര. എന്നോട് UK എന്നൊരാൾ വിളിച്ചിട്ട് നമ്മൾ ആന മുള്ളത്ത് ഗണപതിയാണ്, അത് പോയി എടുക്കുന്നുണ്ട്, അത് എടുക്കാൻ പറ്റും ചെയ്യില്ല. അടിപൊളി ആനയാണ് കേട്ടോ മുള്ളത്ത് ഗണപതി. സെറ്റപ്പാക്കി കുളിപ്പിക്കുന്നുണ്ട്. ഒഴി ഒഴിച്ചൂടെ ഒഴിയാനെ ഒഴിക്ക്. മുള്ളത്ത് ഗണപതി UK കണ്ടോളൂ. നിങ്ങളുടെ ആരോ ഉണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും. മുള്ളത്ത് ഗണപതി അല്ല നിങ്ങൾ അന്നത്തെ ആന അമ്പലത്തിന് വേണ്ടിയിട്ട്. ഇപ്പോഴാണ് ഇവനെ കാണുന്നത്. ഒഴിക്കേന്ന് ഒയ്യടാ ഒയ്യാനാണ്ടാണ് അവിടെ നിൽക്കല്ല. രാമനോടൊക്കെ പറഞ്ഞാൽ അപ്പം ഒഴിക്കും. മായേച്ചിൻ്റെ പറഞ്ഞാൽ മതി, അപ്പം എടുത്ത് പോയി. ലോയ്യാനെ മോള് കൂടെ ഒഴിക്കുന്നില്ലല്ലോ. അവസാനത്തെ കേശവൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇത് എന്താ പുളിക്കൽ കുടുംബക്ഷേത്രം, അതിൻ്റെ തൊട്ടടുത്താണ് കെട്ടിയിട്ടുള്ളത് കേട്ടോ. ആദ്യം തന്നെ ഇവിടെ സന്ദീപൊക്കെ അവിടെ കിടന്നിറങ്ങുന്നുണ്ട്. സന്ദീപ് അതാരാ കിടക്കുന്നത്? എന്താ വന്നു മനോജനോ? കാണുന്നില്ലല്ലോ. നമ്മൾ തൊട്ട് പുറകിൽ പുതുപ്പള്ളി കേശവൻ സന്ദീപ് അവിടെ അടുത്തിരിക്കുന്നുണ്ട്. മനോജേട്ടനും സുരേഷനും കുറച്ച് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. രാവിലെ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് രാവിലെ വന്നിറങ്ങിയ ആനകളുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് മാക്സിമം പിന്നിച്ചേക്കണേ.